എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഇറച്ചിപ്പത്തൽ അല്ലെങ്കിൽ ഹാഫ് മൂൺ സ്നാക്കാണ്. അപ്പോൾ ഈ ഹാഫ് മൂൺ സ്നാക്ക് അല്ലെങ്കിൽ ഇറച്ചിപ്പത്തൽ വളരെ ടേസ്റ്റിയാണ്, പിന്നെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ്, ഒരു പൊട്ടാറ്റോ, 2 സവാള. ഇതെല്ലാം നമുക്ക് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇറച്ചിയൊക്കെ നല്ലോണം നുറുക്കിയെടുക്കാം, പൊട്ടാറ്റോ നല്ലോണം ചെറിയ പീസസ് ആക്കി എടുക്കാം. ഇനി 3-4 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് ഈ 2 സവാള ആഡ് ചെയ്തതിന് ശേഷം വഴറ്റിയെടുക്കാം. 7-8 മിനിറ്റ് വഴറ്റിയെടുക്കണം. വഴറ്റുന്നതിനിടയിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. മല്ലിയില ഇല്ലെങ്കിൽ കറി ലീവ്സ് ആഡ് ചെയ്യാം. 7-8 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാല പൗഡറൊക്കെ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് 7-8 മിനിറ്റ് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടാറ്റോയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു 7-8 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് വെള്ളം വേണമെന്നില്ല, അഥവാ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് 20-25 മിനിറ്റ് കൊണ്ട് ഫില്ലിംഗ് മസാല റെഡിയാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ഗോതമ്പ് മാവാണ്. ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് മൈദാ മാവും യൂസ് ചെയ്യാം. അതിലേക്ക് 2 ടീസ്പൂൺ പാലും 2 ടീസ്പൂൺ നെയ്യും യൂസ് ചെയ്യാം. നെയ്യ് ഉരുക്കിയിട്ട് വേണം ഇടാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന അതേ ടെക്സ്ചറിൽ നല്ല രീതിയിലൊന്ന് വെള്ളമിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കണം. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറിയ ചപ്പാത്തി ആക്കി എടുക്കണം. ഇനി ഇവിടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല ഫില്ല് ചെയ്തെടുക്കാം. മസാല ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മസാലയാണ് വെക്കേണ്ടത്. 1 മുതൽ 1.5 ടീസ്പൂൺ മസാല വരെ വെക്കാം. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ അരികെല്ലാം നല്ലോണം ഒട്ടിക്കണം. എണ്ണ ഒരു തുള്ളി പോലും എണ്ണ ഉള്ളിൽ കയറാത്ത രീതിയിൽ അരികെല്ലാം ഒട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഫോർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഡെക്കറേറ്റഡ് അരിക് കിട്ടും. ഇനി നല്ല തിളച്ച എണ്ണയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി ഇടുമ്പോഴേക്കും അതൊരു ഒന്നും ഫ്രൈ ആയിട്ട് വരത്തില്ല. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ് ബെറ്റർ. ഇൻ കേസ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ എണ്ണ ഇതുപോലെ കോരി മുകളിലിടണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഓരോന്നും വറുത്ത് കോരുക. നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് ഇത് വളരെ ടേസ്റ്റ്. ഇത് നല്ല രീതിയിൽ പൊള്ളി വരും. നല്ല ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ വളരെ പെട്ടെന്ന് പൊള്ളി വരും. ഡീപ്പ് ഫ്രൈ അല്ല എങ്കിൽ മുകളിൽ കൂടെ എണ്ണ കോരി ഒഴിച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഹാഫ് മൂൺ സ്നാക്ക് അല്ലെങ്കിൽ ഇറച്ചിപ്പത്തൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.